ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. മാത്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതാണ് ഫസ്റ്റ്. അതിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോളം നമ്പേഴ്സ്, സെക്കൻഡ് കോളം പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്, തേർഡ് കോളം നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ 12. പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് തന്നിട്ടുണ്ട് 2 × 2 × 3. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 3 × 2 6. അടുത്തത് നോക്കിക്കേ, 80. നമ്പർ 80 ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് തന്നിട്ടുണ്ട് 2 × 2 × 2 × 2 × 5. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? നമ്മൾ ഈ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് നോക്കുക, എത്ര പ്രാവശ്യമാണ് ഈ 2 ഇൻറ്റു ചെയ്തിട്ടുള്ളത്? 1 2 3 4 ടൈംസ് ആണ് അല്ലേ. നമ്മളിവിടെ അത് ഒന്നുകൂടി കൂട്ടി 5 എന്ന് എഴുതുന്നുണ്ട്. അങ്ങനെയാണ് ഈ 5 കിട്ടിയത്. 5 ടൈംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 5 എത്ര ടൈംസ് ആണ് ഇവിടെ? ഓൺലി 1 ടൈമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ഒന്ന് കൂടുക. അപ്പോൾ 2 ടൈംസ് എന്ന് നമ്മളിവിടെ എഴുതണം. അങ്ങനെയാണ് 5 × 2 = 10 ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് തന്നിട്ടുണ്ട് 2 × 2 × 3 × 5. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ നമ്പർ എത്രയാണെന്ന് കിട്ടും. 2 × 2 4, 4 × 3 12, 12 × 5 60. അതാണ് നമ്പർ. ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 എത്ര ടൈംസ് ആണെന്ന് നോക്കൂ. 1 2 അല്ലേ. അപ്പം നമ്മളതിനെ 3 ടൈംസ് എന്ന് ഇപ്പുറത്ത് എഴുതി. 3 എത്ര ടൈംസ് ആണ്? 1 ടൈമാണ്. അപ്പോൾ നമ്മളതിനെ 2 ടൈംസ് എന്ന് ഒന്ന് കൂട്ടി എഴുതുക. 5 എത്ര ടൈംസ് ആണ്? ഇവിടെ 1 ടൈം. പക്ഷെ നമ്മളിവിടെ എഴുതുമ്പോൾ 2 ടൈംസ് എന്ന് എഴുതണം. ഇനി 3 × 2 × 2 ഇൻറ്റു ചെയ്യൂ, 12. അതാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് 225. അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് നമ്മൾ എഴുതണം. എങ്ങനെ എഴുതുക? ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയാമല്ലോ. 225 ഏറ്റവും ചെറിയ നമ്പറിൽ ഏതിൽ പോകും? 3യിലാണ് പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ 5 എഴുതിയിട്ടുണ്ട്. അതും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. 5 എഴുതി. 5 എങ്ങനെയാണ്? 5 നമുക്കറിയില്ലെങ്കിൽ 225 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 45 എന്ന് ആൻസർ കിട്ടും. അതിന് താഴെ എഴുതുക. വീണ്ടും 45 5ൽ പോകുമല്ലോ, 5 ടേബിളിൽ പോകുമല്ലോ. അപ്പോൾ 5 വെളിയിൽ എഴുതുക. 9 ടൈംസ്. ഈ 9 ഏത് ടേബിളിൽ പോകും? 3 ടേബിളിൽ. അപ്പോൾ 3 പുറത്ത് എഴുതണം. എന്നിട്ട് 3 3s are 9. വീണ്ടും 3 ഏതിൽ പോകും? 3യിൽ പോകും അല്ലേ, 1 ടൈം. എന്നിട്ട് ഇതാണ് നമ്മൾ എന്താ എഴുതുന്നത്? ഇവിടെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് എന്ന് എഴുതുന്നത് 5 × 5 × 3 × 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ 3 × 3 × 5 × 5 എങ്ങനെ വേണോ എഴുതാം. അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് എഴുതിയത്. ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെയാണ്? നമ്മളൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. 3 ഇവിടെ എത്ര ടൈംസ് ആണ് വരുന്നത്? 2 ടൈംസ്. നമ്മൾ ഇങ്ങോട്ട് എഴുതുമ്പോൾ 3 എന്ന് എഴുതണം. 5 2 ടൈംസ് ആണ്, പക്ഷേ ഇവിടെ എഴുതുമ്പോൾ 3 ടൈംസ് എന്ന് എഴുതണം. അപ്പോൾ 3 3s are 9. ഇതാണ് ആദ്യത്തെ ആൻസർ. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ammu has many rectangular blocks of 5 cm length, 3 cm width and 1 cm height. First question, what is the volume of a rectangular block? അപ്പോൾ നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ വോളിയം കാണുന്നത് LBH. വോളിയം ഈക്വൽ L × B × H. ഇവിടെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 5 cm, ബ്രെഡ്ത്ത് 3 cm, ഹൈറ്റ് 1 cm. വോളിയം കാണാൻ ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് 5 × 3 × 1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ക്യൂബിക് സെൻറ്റിമീറ്റർ. വോളിയത്തിൻ്റെ യൂണിറ്റ് എപ്പോഴും ക്യൂബിക് സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ആണെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ, മീറ്ററിലാണെങ്കിൽ ക്യൂബിക് മീറ്റർ, അങ്ങനെയൊക്കെയാണ്. ഇവിടെ എല്ലാം സെൻറ്റിമീറ്ററിൽ തന്നിരിക്കുന്നത്, അതുകൊണ്ട് ആൻസറും ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ബി അല്ലേ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. എ ബിഗ് ബോക്സ് ഹാസ് ഇന്നർ ലെങ്ത് 20 cm, breadth 12 cm and height 4 cm. Find the inner volume of the box in cubic centimeter. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു സ്മോൾ ബോക്സിൻ്റെതാണ് കണ്ടുപിടിച്ച വോളിയം. ഇത് ഒരു ബിഗ് ബോക്സ് ആണ്. അതിൻ്റെതും ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എല്ലാം തന്നിട്ടുണ്ട്.
അതിലും എന്താണ് വോളിയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോളിയം ഈക്വൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. L 20 centimeter, B 12 centimeter, H 4 centimeter. Volume equal 20 into 12 into 4 equal 960 cubic centimeter. At the third sub question C എന്ന് പറയുന്നത് how many small rectangular blocks is needed to fill big box. ഇപ്പം നമ്മളൊരു ബിഗ് ബോക്സിൻ്റെ വോളിയം കണ്ടുപിടിച്ചു, അതിന് മുന്നേ ഒരു സ്മോൾ ബോക്സിൻ്റെ വോളിയവും കണ്ടുപിടിച്ചു. ഈ ബിഗ് ബോക്സിൻ്റെ ഉള്ളിൽ അകത്ത് നമ്മൾ ഈ സ്മോൾ ബോക്സ് എത്ര എണ്ണം കൊള്ളും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ബിഗ് ബോക്സിൻ്റെ വോളിയത്തിൽ നിന്നും മറ്റേ സ്മോൾ ബോക്സിൻ്റെ വോളിയത്തെ ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് 960 ആണ് ബിഗ് ബോക്സിൻ്റെ വോളിയം. 960 ഡിവിഷൻ സ്മോൾ ബോക്സിൻ്റെ വോളിയത്തിനാണ് 50. ആ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 64 എന്ന് കിട്ടും. 64 സ്മോൾ ബോക്സ് നമുക്ക് ഉള്ളിലിങ്ങനെ വലുതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നിറച്ച് വയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ആർ ദ നമ്പർ കാർഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ ടീച്ചർ ഫോർ എ ഗെയിം. ഒരു ടീച്ചർ കുറച്ച് ഗെയിം കാർഡുകൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൻ്റെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഡെസിമലാണ് കേട്ടോ. 15.283 പോയിൻ്റ് കഴിഞ്ഞതിന് നമ്മൾ ഓരോ നമ്പറായിട്ട് പറയണം. 14.623, 14.028, 14.12, 15.823, 14.732. ഇതാണ് നമ്പേഴ്സ്. അതിൽ സബ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. ഈ തന്നിരിക്കുന്നതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? അത് പോയിൻറ്റിന് മുമ്പെയുള്ള നമ്പർ നോക്കുക. 15 രണ്ടിടത്തുണ്ട്, ബാക്കിയെല്ലാം 14 ആണ്. അപ്പോൾ നമ്മൾ 15 ആണ് വലുത്. അതിൽ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുമ്പോൾ 15 പോയിൻ്റ് കഴിഞ്ഞിട്ട് ആദ്യം 2 വന്നിട്ടുണ്ട്, പിന്നെ ഒന്നിൽ 15.8 എന്ന് വന്നിട്ടുണ്ട്. പോയിൻ്റ് കഴിഞ്ഞ് വരുന്ന 8 അല്ലേ വലുത്. അപ്പോൾ 15.823 ആണ് ലാർജസ്റ്റ് നമ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പേഴ്സ് ഇൻ ദീസ് കാർഡ്സ്? ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 15.823. സ്മോളസ്റ്റ് നമ്പറോ 14.4 എണ്ണം ഉണ്ടല്ലേ, 4 നമ്പേഴ്സ്. അതിൽ ഏറ്റവും സ്മോൾ നോക്കുക. പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒന്നിൽ 6 വരുന്നുണ്ട്, ഒന്നിൽ 0, ഒന്നിൽ 1, ഒന്നിൽ 7. അപ്പം പോയിൻ്റ് കഴിഞ്ഞ് 0 വരുന്നതാണ് സ്മോൾ നമ്പർ. 14.028. അപ്പോൾ 15.823 മൈനസ് 14.028 മൈനസ് ചെയ്യുക. ആൻസർ 1.795. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയുകയാണ്. സ്മോളസ്റ്റ് ടു ബിഗസ്റ്റ്. സ്മോൾ ആദ്യം എഴുതുക, പിന്നെ അതിനേക്കാളും കുറച്ച് വലുത്, അങ്ങനെ എഴുതുക. അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ 14.028 ആണ് സ്മോളസ്റ്റ്. അത് കഴിഞ്ഞ് 14.12, അത് കഴിഞ്ഞ് 14.623, നെക്സ്റ്റ് 14.732, നെക്സ്റ്റ് 15.283, ലാസ്റ്റ് വൺ 15.823. ഇതാണ് ആൻസർ.